ചതിയുടെ ചിരിയുടെ എട്ടിന്റെ പണി. എടാ അളിയാ, ഞാൻ ലേറ്റ് ആയൊന്നുമില്ലല്ലോ. അല്ലല്ലോ ഈ കാര്യത്തിൽ നീ നേരത്തെ എത്തുന്നത് ഞങ്ങൾക്ക് അറിയാമോ. എടാ സന്തോഷിന്റെ സാധനത്തിന് വിട്ടിട്ട് കാണുന്നില്ലല്ലോ. എടാ അളി, അവൻ എന്തെങ്കിലും ഒരു കേസ് കെട്ടിപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതാ അവന്റെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ലടാ. കേട്ടോ എന്തുണ്ട്? ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഒന്നാം തീയതി വല്ലതും നടക്കുവോ? അതിരിക്കട്ടെ, നിങ്ങളുടെ വില ഉണ്ടോ? എവിടെന്ന്? എന്റെ കയ്യിലൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരാം. ഇവിടെ തന്നെ കാണണേ, ആരും പോവല്ലേ. ഇന്ന് 1-ാം തീയതിയാ. ഇങ്ങോട്ടോ വരുന്നുണ്ട്. ആഹാ വന്നോ? രക്ഷപ്പെട്ട്. എത്ര നേരമായി ഇരിപ്പിരിക്കുന്നത്. ഒന്നും മതിയടാ. തള്ളാതെ കേട്ടാ. നീ എവിടെ ആയിരുന്നോ? ഒരു കേസ് കെട്ടി പെട്ടുപോയടോ. വേറെ ടച്ചിങ് എല്ലാം മേടിച്ചായിരുന്നല്ലോ. ഇത് ഒപ്പിച്ച പാട് എനിക്കറിയാം. ഇത് പൊട്ടിച്ച് ഇങ്ങോട്ട് താ. നീ നമ്മുടെ ചങ്കടാ. നീ പോയ സാധനം കിട്ടായിരിക്കും. കുറച്ചുകൂടെ പോരെ. ആ പാട് ഒരു അരയുള്ളൂ. ഇതുകൊണ്ടൊക്കെ ഒപ്പിക്കണം. ആഹാ, എന്ത് ഇതെല്ലാം ഞാൻ നശിപ്പിക്കും. മര്യാദയില്ല. 15 വർഷമായി. ഇറങ്ങണ ഇങ്ങോട്ട്. ആഹാ, നിന്നെ കൊല്ലാൻ വീട്ടിലെന്തോ വെട്ടി തീർക്കത്തുള്ളടി. നീ മേല ഈ പരിപാടി ഇനി നടക്കത്തില്ല, മനസ്സിലായ? നിന്നെ കെട്ടിയ കാലം പോലെ അനുഭവിക്കുക. നിനക്കറിയാമോടി, 15 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുക. 15 വർഷം അന്ന് പോലെ തുടങ്ങിയതാ. ഇന്നത്തോണ്ട് മര്യാദക്കോ അരിഞ്ഞോളാം. ആഹാ, ഇന്നത്തോണ്ട് തീർക്കൂടി. വെട്ടുകൂടി വെട്ടും. ആഹാ, നാളെ ഞാൻ സഹിക്കുക. മധുര സ്നേഹ എന്താ സുഷമ അവിടെ? അവന് വരാത്താ. നിങ്ങളെല്ലാരും കാണും. പപ്പരക്ക തോരൻ, പപ്പരക്ക ചാറ്, ഈ പപ്പരക്ക അച്ചാറകത്തിരിപ്പുണ്ട്. 15 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുക. കോപ്പടപാട് ഇനി മേലെ ഈ പപ്പരക്കായി വീട്ടിൽ കെട്ടിയായി എല്ലാത്തിനും ഞാൻ കൊല്ലും. അമ്മയാണ് സത്യം. പണ്ടവരടങ്ങാനായിട്ട് തളർന്നു വരുമ്പോഴാ അവിടെ പപ്പരക്കാക്കറി. ഇന്നത്തോണ്ട് 15 വർഷമായിട്ട് പപ്പരക്ക കഴിച്ചിട്ട് ഇവന് യാതൊരു കുറവുമില്ലല്ലോ ഈ കൃമികടിക്ക്. എന്തായാലും പപ്പരക്ക കഴിച്ചാലൊന്നും കൃമികടി മാറത്തില്ല. വെറുതെ അയച്ചി. ഇപ്പൊ മനസ്സിലായില്ലേ? ഇവന്റെ കാര്യത്തിൽ അത് ശരിയാടി. പോയി ഇതൊന്നും കൊടുത്താ ഇവന് പോരാ. ഇവന് വല്ല ഭാഷാണോ കറക്കി കൊടുക്കാൻ. ഇവന്റെ കൃമികേട് മാറ്റാൻ വേണ്ടി നീ എങ്ങനെ സഹിക്കുന്നടി ഇവനെ? വല്ലാത്ത ചെയ്തായി പോയി. ഇനി ഇവന്മാരെ കറക്കി രണ്ടെണ്ണം അടിക്കാം. എടാ വയ്യാവേല് വരുന്നതിന് മുമ്പ് അടിച്ചു തീർക്കാം. വാ, ചുമ്മാ അവിടെ സമയം പോയി. ഞാൻ വിചാരിച്ചു അവൻ അവളെ കൊണ്ടുവന്നു. അയ്യോ, ചതിയായി. ഇതൊരുമാതിരി 8ന്റെ പണിയായിപ്പോയി നാശം പിടിക്കാനായിട്ട്. ചതിയുടെ ചിരിയുടെ എട്ടിന്റെ പണി.